അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുള്ളത് NH 66 കൊളപ്പുറം ടു കൂരിയാടിൻ്റെ ഭാഗത്താട്ടാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ കൂരിയാട് പാടത്തിൻ്റെ ഒരു വർക്കുകളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കൊളപ്പുറം ഈ ഇറക്കം തുടങ്ങുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, ഉളപ്പം വെയിലാണ്, കണ്ണൊന്നും പൊന്തുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കൂരിയാട് ഭാഗത്തേക്കുള്ള ഒരു അപ്ഡേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൂരിയാട് കൊളപ്പുറം കൂരിയാടിൻ്റെ ആ ഇറക്കത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിലാണ് ഇപ്പോൾ റോഡ് യാത്രകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെൻറ്ററിലുള്ള ഭാഗം ഇനി കുറച്ചും കൂടി മണ്ണൊക്കെ എടുക്കാനുള്ള സ്ഥലമുണ്ട്, മണ്ണ് ഇടാനുള്ള സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട്. ഒന്ന് ലെവലാക്കി കൊണ്ടുവരാണ്ട് ഈ ഒരു സൈഡിൽ കട്ട വെച്ച് ഉയർത്തുന്ന ഒരു പരിപാടികളുണ്ട്. ഈ സൈഡാണ് കട്ട വെച്ച് ഉയർത്താനുള്ളത്. ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു സൈഡിൽ കട്ട വെച്ച് ഉയർത്തേണ്ട ഒരവസ്ഥ വരും. പെർഫെക്ഷനായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല വെയിലതിനെ കൊണ്ട് കാണുന്നില്ല. അപ്പോൾ അവിടെ ഗർട്ടറുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വെക്കുന്ന ദിവസങ്ങളിൽ നമ്മളിവിടെ ഇല്ലായിരുന്നു. നമ്മൾ ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ ചെറുതായിട്ട് പോലുണ്ട്. അപ്പോൾ ഞായറാഴ്ചയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ്ടേ പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു സൈഡാണ് നമ്മൾ കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന സൈഡ്. ഇവിടെയാണ് കട്ട വെച്ച് ഉയർത്തേണ്ട ആവശ്യമുള്ളത്. അതിൻ്റെ താഴെയൊക്കെ വീടുകളുണ്ട്, അവിടെയൊക്കെ ഉയർത്തി കൊണ്ടുവന്നതാണ്. അത്രക്കും വർക്കുകൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വർക്കുകൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ കട്ട വെച്ച് ഉയർത്തിയിട്ട് വേണം നമ്മൾ മെയിൻ റോഡ് റെഡിയാക്കാൻ. ഇവിടെ ഈ ഒരു സൈഡ് ഇത് തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ്. പിന്നെ മുന്നോട്ട് പോകാം. ഭാഗം കുറച്ച് സ്ഥലം ഇനി റെഡിയാക്കാനുണ്ട്. അപ്പോൾ മുകളിലുള്ള ഈ സർവീസ് റോഡ് റെഡി ആയാൽ ഇവിടെയുള്ള ഈ ഭാഗങ്ങളൊക്കെ റെഡി ആവുള്ളൂ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാലകത്തിൻ്റെ ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഈ വരേണ്ടത്. ആണ് ഇവിടുത്തെ ഒരു റോഡിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. കട്ട പുക എന്ന് പറയാം, അത്രക്കും വലിയ പുകയാണ്. ഇവിടെ കുറച്ച് സ്ഥലം റോഡ് ഈ രീതിയിലാണ്. വണ്ടികളൊക്കെ അത്രയും കഷ്ടപ്പെടുക കേട്ടോ പോകേണ്ടത്. ബൈക്ക് യാത്രക്കാരായാലും ആരായാലും പക്ക ചെളിയിലൂടെയാണ് പോകേണ്ടത്. KNRC മാക്സിമം ടൈമിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 വട്ടം 3 വട്ടമൊക്കെ ഒരു ദിവസം വന്നിട്ട് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതൊക്കെ ഈ ഒരു സർവീസ് റോഡ് ഈ ഒരു സർവീസ് റോഡ് ഫുട്പാത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തുറന്നാൽ മാത്രമേ നമുക്ക് താഴെയുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ തീരും എന്നാണ് തോന്നുന്നത്. കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ തീർക്കാനുള്ള ഒരു പരിപാടികൾ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഗതാഗത പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് നോക്കിട്ടോ, ഈ ഒരു സ്ഥലത്ത് എപ്പോഴായാലും ഇങ്ങനെയാണ് വണ്ടികൾ. അത്രയും മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റഡൊക്കെ പോകുന്നൊക്കെ അത്രയും മെല്ലെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ കൂരിയാട് പാടത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് നമ്മളെ പാടത്തേക്ക്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ നല്ല കൂടുതലായിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് പാടത്ത്, നല്ല അടിപൊളിയാണ്. പിന്നെ അവിടെ അത്രക്കും ദൂരെ ആ കാണുന്ന ഇതാണ് നമ്മളെ ഊരകം ചെരിപ്പടിമല ഒക്കെ ടച്ച് ചെയ്യുന്ന ആ ഒരു മലയാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് തന്നെയാണ് നമ്മളെ KNRCക്ക് ആവശ്യമായിട്ടുള്ള മെറ്റലുകൾ, സാധനങ്ങൾ, കരിങ്കല്ല് എല്ലാ ഹാലാക്കും കൊണ്ടുവരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മളിത് വഴി അങ്ങനെ പോവാം. ഞാനിന്ന് എന്തായാലും വണ്ടി കുറേ ദൂരെ കൊളപ്പുറത്തിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് കൂരിയാട് പാടത്തുള്ള മൊത്തം അപ്ഡേഷന് നിങ്ങളെ കാണിച്ചിട്ട് അവിടുന്ന് വേറെ വണ്ടിക്ക് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം കേട്ടോ. അപ്പം എന്തായാലും ചെളിയാണ്, ഒന്ന് പോയി നോക്കുക. എത്രത്തോളം ഓക്കെ ആണെന്നൊന്നും എനിക്കറിയില്ല, പോയി നോക്കട്ടെ. ഇച്ചിരി നമ്മളെ വീഡിയോ ലെങ്ത് ആകാൻ സാധ്യതയുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങളെ മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ ഇവിടെ റോഡിൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്തൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയി. ഈ ഒരു സമയത്ത് കുറവാണ്. രാവിലെ ഈ ഓഫീസ് ടൈം, സ്കൂൾ ടൈമിലൊക്കെ വലിയ ഗതാഗത പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. ഇനി എടുത്ത് മാറ്റാനുള്ള ഓരോ സ്ലാബുകൾ ഉണ്ടാവില്ല നമ്മളെ ഫുട്പാത്തിൻ്റെ മുകളിൽ ഇടയ്ക്കിടക്കുണ്ട്. അതും കൂടി ചെയ്താൽ നമ്മളെ ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ തീരുട്ടോ. അതും കൂടി തീർന്നാൽ ഇവിടെ ഓപ്പൺ ആക്കും എന്നാണ് വിചാരിക്കേണ്ടത്. മുഴുവനായിട്ടല്ല, എന്നാലും ഈ ഒരു ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ KNRCക്ക് സാധിക്കും. എത്രയും പെട്ടെന്ന് അതുണ്ടാവും. അതിനുള്ള വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അവസ്ഥ കേട്ടോ. ഇതുവരെയാണ് ബോളർ അടിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും പണികൾ കിടക്കുകയാണ്. നല്ല ചെളിയാണ്, ഞാൻ ചെളിയിലൂടെ നീന്തേണ്ടി വരുമെന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ
എത്തുമ്പോൾ ഇവിടെ തട്ടാ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. സർവീസ് റോഡ് ഓപ്പൺ ആവണമെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളെന്ന് അറിയില്ല. ഈ ഒരു സൈഡിലൂടെ അവിടെ രണ്ട് പാലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടി റെഡി ആയാൽ ഇവിടെ സർവീസ് റോഡ് റെഡി ആവുള്ളൂ. താൽക്കാലികം ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല, കണ്ടെന്നെ അറിയണം കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇവിടെ ഒരുപാട് KSRTC ബസ്സുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. എത്രത്തോളം വണ്ടികൾ നമ്മളൊക്കെ ഓരോ ടൈമിൽ ഓടുന്നുണ്ട് എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ചളി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഡ്രോണൊക്കെ വേണ്ടി വരും. എന്തായാലും ഇപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഡ്രോണൊന്നും വാങ്ങൽ നടക്കുന്ന കേസല്ല, ഉള്ളത് പറയാലോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഗർഡറുകളൊക്കെ വെച്ചതാണ്, അത് കാണിച്ചു തരാം. ഗർഡർ വെക്കുന്നുണ്ട് എന്നല്ല, വയ്ക്കലൊക്കെ കഴിഞ്ഞതാണ്. ഈ റോട്ടിലൂടെയുള്ള അവസ്ഥയാണ് ഇപ്പോഴും. ഈ ഒരു ഏരിയ, ഒരുപാട് ഏരിയ ഇങ്ങനെ തന്നെ ഉണ്ട് കിടക്കേണ്ടത് കൂരിയാട്. ഇതുവഴി യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ക്രെയിനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പണി കഴിഞ്ഞ റെസ്റ്റിലാണ്. ഇത് ഈ ക്രെയിന് സെറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗർഡർ വെക്കുന്ന ദിവസം നമ്മളിവിടെ ഉണ്ടായില്ല. എത്ര ഗർഡറാണുള്ളത് നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 ഗർഡർ ഉണ്ട് കേട്ടോ. 10 ഗർഡറുകളാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ 10 ഗർഡറുകൾ വെച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂരിയാട് ഒരു തോടിൻ്റെ പാലമാണ് കേട്ടോ. എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു തോടിൻ്റെ പാലം ചെയ്തിട്ടുള്ളത്. വലിയൊരു തോടൊന്നുമല്ല, ചെറിയൊരു തോടാണ്. ഇനിയിപ്പോൾ അത് വലുതാവുമെന്നാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം വലിയ ഗർഡറൊക്കെ വെച്ച് വലിയൊരു പാലം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കണക്കിന് ഇത് വേണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പ്രളയ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം നിന്ന് ഹൈവേയിലേക്കൊക്കെ കയറാൻ അടുത്ത് നിന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം. കയറിയതായിട്ട് എനിക്കറിയില്ല കേട്ടോ, കയറാനുണ്ടായ ഒരു സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ ഈ ഒരു പാലം വലിയ രീതിയിൽ സഹായമാവും. അപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഗർഡർ മറ്റേ ചെറിയ ഗർഡറാട്ടോ. പിന്നെ നമ്മൾ അവിടെ വരെ ഒന്ന് പോവാം. ഗർഡറുകളെ ജോയിൻറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സർവീസ് റോഡിൻ്റെ അപ്പുറത്ത് എന്താണ് അവസ്ഥ എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോളൂ ചങ്ങന്മാരെ, സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് KNRC കൂട്ടിയിട്ട് കേട്ടോ. അതൊക്കെ ഇതെന്തിനാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. അതായത് മെയിൻ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കട്ട വെച്ച് ഉയർത്തിയതിൻ്റെ ശേഷം സൈഡിൽ വെക്കാനുള്ള സൈഡ് ബാരിക്കേഡുകളാണ് ഈ ഒരു കാണുന്നത് മുഴുവനായിട്ടും. ഇപ്പം തന്നെ KNRC സ്റ്റോക്ക് ചെയ്തുട്ടോ. അത്രയും പെട്ടെന്ന് തന്നെ വർക്കുകൾ നടക്കാനും വേണ്ടിയിട്ട് ഒരു സൈഡിൽ കട്ടക്ക് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് ആവാനുള്ള സ്ഥലം ഇതാണ് അവസ്ഥ. എന്തായാലും നമ്മൾ അവിടെ കണ്ട മാതിരിയല്ല, ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിയാനായിട്ടുണ്ട്. പിന്നെ ടാറിങ് സ്പ്രേ ചെയ്യാനും ടാർ ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉള്ളൂ കാര്യമായിട്ട് ഈ ഒരു ഭാഗത്ത്. ഇനി അവിടെയൊക്കെ എത്തുമ്പോൾ എത്രത്തോളം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ, പോയി നോക്കുക. ഇവിടെ എവിടെയും ഇറങ്ങാൻ പറ്റും ചേട്ടാ. എവിടെയെങ്കിലും ചെറിയ ഭാഗം ഞാൻ ദൂരക്കാഴ്ചകൾ എടുക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ചളിയിൽ വീണാൽ ശരിയാവില്ല. ചളിയിൽ എവിടെയും ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതുവഴി ഞാൻ അങ്ങനാണ്ട് പോകുന്നുണ്ട്. ഇതുവഴി അങ്ങനാണ്ട് പോയാൽ ആ സൈഡിലേക്ക് എത്താം. ഇവിടെയൊക്കെ ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇതിവിടെ ഈ ഒരു മൂലക്കലുണ്ട് കേട്ടോ. നമ്മളെ കൂരിയാട് ഇവിടെ ഒരു മൂലക്കലുണ്ട്. ഇവിടെ റോളർ ഇതൊക്കെ ഇട്ടുകൊണ്ട് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. എന്തായാലും സർവീസ് റോഡ് ഓപ്പണൊക്കെ ഉള്ള വർക്കുകൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറയ്ക്ക് നോക്കി ഇതിൽ ഞാൻ ചാടിലേക്കും. രണ്ടാമത്തോടത്താണ് പെട്ടെന്ന് കാണേണ്ടത്. എവിടെയും വർക്കുകൾ നടക്കാത്തയില്ല. KNRC എല്ലാ മുക്കിലും മൂലയിലും വർക്കുകൾ ഒരേപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും വർക്ക് നടക്കുന്നുണ്ട്.
ഒരു ക്രെയിൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഇത് തീരൂലേ? തീർന്നല്ലോ അല്ലേ. ഇതാ ഈ ഒരു പാലം നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. NRC വേറെ ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അയച്ചു വെക്കുകയാണ്. സ്റ്റേ വെച്ചത് അയച്ചു വെക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. ഇതൊക്കെ നട്ടാ തോട്. പിന്നെ മുകളിൽ ഗേഡറുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റും കൂടി വരും. ഈ ഒരു പാലം 3 ഗ്യാപ്പുകളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? 1, 2, 3 ഉണ്ടോ? ഈ ഒരു പാലം തോട് 3 ഗ്യാപ്പുകളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വെള്ളമൊക്കെ ഒഴിഞ്ഞു പോകാൻ നല്ല സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ എക്കാലത്തേക്കും പറ്റിയൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വന്ന് ഈ സർവീസ് റോഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തെത്തിയിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ആ സൈഡിലെ റോഡിലൂടെയാണ് ഇപ്പോൾ നിലവിൽ മുഴുവൻ വാഹനങ്ങൾ ഓടുന്നത്. എന്തായാലും താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ റോഡ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കുണ്ടും കുഴിയാണ്, മെല്ലെ വണ്ടികൾ പോകണം. ആ ഒരു രീതിയിൽ നല്ല തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് വണ്ടികൾ പോകാൻ പറ്റൂല. അപ്പോഴാണ് സ്കൂൾ ടൈമിൽ എന്തൊക്കെ കൂടുതൽ ബ്ലോക്കുകൾ ഇവിടെ കൂരിയാട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ അതാ സർവീസ് റോഡ് പക്ക സെറ്റാക്കി വെച്ചിങ്ങനെ. പോലീസിൻ്റെ ഒരു ബസ്സൊക്കെ വരുന്നുണ്ട്. പക്ക സെറ്റാക്കി വെച്ചിക്കട്ടെ ഇവിടെയൊക്കെ സർവീസ് റോഡ്. ആ ഒരു സൈഡിലും ഇവിടെ വരെയുള്ള ഭാഗം സർവീസ് റോഡ് സെറ്റാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ കൂരിയാട് ആദ്യം ഉണ്ടാക്കി വെച്ച അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഉയർത്താനായിട്ട് കട്ടകൾ വെച്ച് ഉയർത്തുന്ന ഒരു വർക്കുകളാണ് ഇവിടെ നിന്ന് ആ ഒരു അണ്ടർപാസ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കട്ടകൾ ഇങ്ങനെ വെച്ച് ഉയർത്തി അവിടെ അണ്ടർപാസ് വരെ കൊണ്ടുപോയി ഉയർത്തുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി അവിടെ കയറ്റത്തിൽ ആ ബിൽഡിംഗ് അതൊക്കെ കാണാം, സ്കൂളിൻ്റെ അവിടെയാണ് നമ്മളെ വണ്ടി ഉള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് വേറെ വണ്ടിക്ക് അങ്ങോട്ട് പോകണം. എന്തായാലും ഈ വെയിൽ കൊണ്ട് ഇവിടെ വരെ എത്തിയപ്പോഴത്തേന് ആകെ പഞ്ചറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കൂരിയാടിൻ്റെ ഇന്നത്തെ ഒരു അപ്ഡേഷന്. ഇത് കൂരിയാട് അണ്ടർപാസിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ആ നേരെ കാണുന്നത് വേങ്ങര റോഡാണ്. വേങ്ങര റോഡ് ഇപ്പോൾ ഈ അണ്ടർപാസ് വഴി ഇങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ആ തലക്കന്ന് നമ്മൾ ഈ ഒരു തല വരെ നടന്ന് വന്നു. ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശമൊക്കെ. ആ ഒരു സൈഡിൽ മൊത്തത്തിൽ റോഡ് നല്ല സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നിന്നിട്ടില്ല. നിങ്ങൾ മുകളിൽ നിന്ന് കാണിച്ചു തന്ന ആ ഒരു ദൃശ്യം തന്നെയാണ്. ആ സൈഡിൽ വർക്കുകൾ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ പോന്നോട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റിലങ്ങോട്ട് പോന്നോട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് അവിടുന്ന് വണ്ടി കൈകാട്ടി ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ട് അപ്പോൾ ഈ കാക്കാൻ്റെ വണ്ടിയിൽ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.